അപ്പോൾ ഇത്രയും വലിയൊരു ആക്സിഡൻ്റ് ആണ് കേട്ടോ. ഒരാളുടെ ജീവിതമാർഗം പോയി, അവരുടെ വണ്ടി പൂർണ്ണമായിട്ട് ടോട്ടൽ ലോസിലോട്ട് പോയി. അത്രയും ഒരു അവസ്ഥയിലാണ്. വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഇവിടുന്നേ കട സഹിതം ഇടിച്ച് മൊത്തത്തിൽ കളഞ്ഞിരിക്കുകയാണ്. ഒരു തട്ടുകട വരെ ഇടിച്ച് കളഞ്ഞ് അതാണ് വന്ന ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അത്രയും സ്പീഡിലാണ് വാഹനം വന്നത്. ബ്രേക്ക് പോയെന്നാണ്, ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള വണ്ടിക്കൊക്കെ ഫിറ്റ്നസ് ഉണ്ടോ ഇല്ലയോ എന്നൂടെ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. 2-3 ദിവസമായിട്ട് ദുരന്തമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എന്തായാലും ഈ വണ്ടിയുടെ 60 വയസ്സുള്ള ഒരാളാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞു. കാരണം അവർ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് വണ്ടി കൊണ്ടിട്ട് സൈഡിലാണ്, റോഡിൽ നിന്ന് ഇറക്കിയാണ് പാർക്ക് ചെയ്തത്. അതിലേക്ക് ഇടിച്ച് കയറിയാണ് ഉണ്ടായത്. ബ്രേക്ക് പോയെന്ന് പറയുന്നു. ഇത്രയും വെയിറ്റ് ഷെഡിനകത്തേക്കാണ് വാഹനം ഇടിച്ച് കയറി. ഒരുപക്ഷെ ഇവിടെ ഇടിച്ചില്ലായിരുന്നെങ്കിൽ മറ്റൊരു വലിയ ആക്സിഡൻറ്റ് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം അതേ രീതിക്കുള്ള ആക്സിഡൻ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്ത ആളില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് വേറൊരു ദുരന്തത്തിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നേരെ നെല്ലിമൂടിനും ബാലരാമപുരത്തിനും ഇടയ്ക്കുള്ള അവണാവഴി എന്ന് പറയുന്ന സ്ഥലമാണ്. അവണാവഴി ജംഗ്ഷനിലാണ്, ജംഗ്ഷനിലെ വെയിറ്റ് ഷെഡിലാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഒരാൾ മരണപ്പെട്ടു. ഇനി ഇതിൽ ഈ വെയിറ്റ് ഷെഡിൽ ആരും കാത്തിരിപ്പുകാരില്ലാതിരുന്നത് എന്തുകൊണ്ടോ ഒരു ഭാഗ്യം എന്ന് പറയാം. അല്ലെ അവർക്ക് പൂർണ്ണമായിട്ടും വലിയ പരിക്കുകൾ സംഭവിക്കുമായിരുന്നു കേട്ടോ. ഇത് ഇടിയുടെ ആഘാതമാണ്. നിങ്ങൾക്ക് വാഹനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഞാൻ കൂടുതൽ വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. ഈ വാഹനത്തിൽ ഇരുന്ന ആളാണ് മരണപ്പെട്ടത്. കാരണം ഇത്രയും വലിയ സ്ക്വയർ പൈപ്പ് അതേ ശക്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ തലയിലാണ് പതിച്ചിരിക്കുന്നത്. കറക്റ്റ് തലയിലാണ് പതിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതിലിരുന്ന നടക്കും പരിക്കുകളാണുള്ളത്. ഒരാളാണ്, ഫസ്റ്റ് വണ്ടിയിലിരുന്ന ആളാണ് മരണപ്പെട്ടത്. ഇതിലിരുന്ന ആൾ ഓടി രക്ഷപ്പെടുമായിരുന്നു. ഇത് ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ. ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ റോഡിലല്ല പാർക്ക് ചെയ്തിരിക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലം ഇനി ഉള്ളിലേക്കാണ് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് വാഹനം ഈ പറയുന്ന ഈ വെയിറ്റ് ഷെഡിൻ്റെ ടോപ്പ് വന്ന് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇത് വന്ന് പൂർണ്ണമായിട്ട് ഇതിന് മുകളിലേക്ക് വീണിട്ടുള്ളത്. ഇത് കാഞ്ഞിരംകുളം സൈഡിൽ നിന്ന് വന്ന വാഹനമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആ സൈഡിൽ നിന്ന് വന്ന വാഹനമാണ് അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്.